മുൻ 7 ജില്ലാ പ്രസിഡന്റുമാരുണ്ട്. ഒരാളെ പോലും സംഘടനയെ തൊഴിപ്പിച്ചിട്ടില്ല, ഒരാളെ പോലും. ഇത് ഇരിക്കുന്ന ഇദ്ദേഹം 1, 2, 3, 4, 5, 6 പേര് ജില്ലാ പ്രസിഡന്റുമാര്. ഒരാളെ പോലും ഞാൻ ഇപ്പോഴും ദേശീയ സമിതിയാണ്. ഒരു പരിപാടികൾ കൊള്ളിക്കില്ല. ഈ സംഘടന മൊത്തം തകർത്തു. അതിന് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം, സ്റ്റേറ്റിന്റെ സപ്പോർട്ടോട് കൂടി അദ്ദേഹം സാറിനൊന്നും വേറെ തോന്നരുത് കേട്ടോ. ഞാൻ പിന്നെ കുറെ വർഷമായിട്ട് എല്ലാം എനിക്ക് കാണത്തില്ല. പക്ഷേ ഞാൻ ഈ പ്രസാദിച്ച് അറിയുന്ന സമയത്ത് എനിക്ക് കാണത്തില്ല. ഇത് അനുഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഒരു പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാൾ വരുമ്പോൾ അയാൾക്ക് സംഘടനയുമായി ബന്ധം വേണം, സംഘടനാ പരിചയം വേണം, ഒരു ഭാരവാഹിക്ക് വേണമെന്നില്ല. ആ തരത്തിൽ സംഘടനയെ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ട് സംഘടന നശിപ്പിച്ചു. ഇനി വേറെ കാര്യം, ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ഉണ്ടല്ലോ, കൊല്ലത്തെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി, അതായത് ശബരിമല വിഷയത്തിൽ നമ്മുടെ ആയിരക്കണക്കിന് പ്രവർത്തകരായിട്ട് അറസ്റ്റ് ചെയ്ത് പിന്നെ കേസെടുത്തത് ഇയാള്, അതായത് പത്രത്തിന് വാർത്ത കൊടുത്തു. പിണറായി വിജയന്റെ വനിതാ മതിയിൽ 10,000 സ്ത്രീകളെ പങ്കെടുപ്പിക്കുന്നു പറഞ്ഞ് പത്രത്തിൽ വാർത്ത കൊടുത്തു. എന്നിട്ട് കുറെ സ്ത്രീകളായിട്ട് പോയി. ഒന്ന്. രണ്ടാമത്തെ സംഗതി, കേന്ദ്ര സർക്കാർ പോലീസിനെ വിളിക്കും. പോലീസിനെ വിളിക്കും. രണ്ടാമത്തെ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. രണ്ടാമത്തെ സംഗതി ഞാൻ പറയട്ടെ സാർ, ഞാൻ പറയട്ടെ. രണ്ടാമത്തെ സംഗതി പിന്നെ രണ്ടാമത്തെ സംഗതി, കേന്ദ്ര സർക്കാർ പിന്നോക്കത്തിൽപ്പെട്ടവർക്ക് 10% സംവരണം പ്രഖ്യാപിച്ചു. ഈ ജില്ലാ പ്രസിഡന്റ് അതിനെതിരെ പരാതി കൊടുത്തു. പരാതിയല്ല, പത്രവാർത്ത കൊടുത്തു. അയാളെ എല്ലാം സപ്പോർട്ട് ചെയ്തു. ഈ പ്രസ്ഥാനത്തെ മുറ്റോട് മുടിച്ചു. സാർ 35 വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് മെമ്പറായാണ് ഞാൻ കൊല്ലം ജില്ലയില്. ഞാൻ 4 ടേം ജില്ലാ പ്രസിഡന്റാക്കിയിരുന്ന ആളാണ്, 2 ടേം മേഖലാ പ്രസിഡന്റാക്കിയിരുന്ന ആളാണ്, 4 ടേമായിട്ട് ഇപ്പൊ ദേശീയ കൌൺസിൽ അംഗമാണ്. പലരും പറയുവാനുള്ള സാഹചര്യമില്ല. സ്റ്റേറ്റ് കമ്മിറ്റി കൂടാറില്ല, കോർ കമ്മിറ്റി മാത്രം കൂടും. അവർക്ക് തോന്നുന്ന തീരുമാനിച്ച് മുന്നോട്ട് കൊടുക്കും. ഇതിനിപ്പോ വന്നിരിക്കുന്ന വിഷയം അറ്റ്ലീസ്റ്റ് യു പ്ലീസ് റെസ്പെക്ട് സംഘസ്ഥാനം തട്ടിക്കളഞ്ഞവരും ബിജെപിയിലെ പൊടി കീറിയവരാണ് ഇവരല്ല. ഒരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിനോട് അടികൊണ്ട് കേസിൽ ജയിലിൽ കിടന്നവരാണ് ഞങ്ങളെല്ലാം. പ്രസ്ഥാനം ഉണ്ടാക്കിയത് നല്ലപോലെ സൗദം ഇവിടെ സമുദായം വേണ്ട. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു തീർന്നിട്ടില്ല. അവർക്കൊന്നും റെസ്പെക്ട് ഉണ്ട് സാർ, അവരുടെയൊക്കെ വികാരങ്ങളൊന്നും. അതുകൊണ്ട് സാറ് ഇവിടെ സംഘടനാപരമായ രീതിയിൽ സംഗതി നടന്നില്ലെങ്കിൽ ഇവിടെ സമവായി ചർച്ച വേണ്ട. നമ്മളാരെയും വിളിച്ചിട്ടില്ല. നമ്മളാരെയും വിളിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ സംഘത്തിനോ ജില്ലാ ഇതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു കമ്മിറ്റി ഉണ്ട്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഞാൻ കൂടെ ഉള്ള ഈ കമ്മിറ്റിയിൽ വന്നപ്പോൾ നമ്മൾ അഭിപ്രായം പറഞ്ഞു.
അഭിപ്രായം പറഞ്ഞ 20-ാമത്തെ ദിവസം അഭിപ്രായം പറഞ്ഞ മുഴുവൻ ആൾക്കാരെ ഒഴിവാക്കി. മണ്ഡലത്തിലെ DDJസിന്റെ സ്ഥാനാർത്ഥിയെ മുൻനിര നിയോജക മണ്ഡലത്തിൽ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ച ദിവസം രാജിവെച്ച് പോയി മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി. നേരെ രാജിവെച്ച് പോയിട്ട് ഇയാൾ നേരെ പോയത് ചാത്തന്നൂര് ഇദ്ദേഹത്തിന് കള്ളക്കണക്ക് എഴുതാനും കാര്യം. പുനഃസംഘടന വന്നപ്പോൾ സാർ ആലോചിക്കണം, നിയമസഭാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ആ മണ്ഡലത്തിലെ ജനറൽ സെക്രട്ടറി നേതൃത്വം കൊടുക്കേണ്ട ആള് രാജിവെച്ച് പോയ ആള് അടുത്ത പുനഃസംഘടന വന്ന് അവിടെ വർക്ക് ചെയ്താണ്. അതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ സാറേ 19-ാം തീയതി മകളുടെ കല്യാണം, 8-ാം തീയതി ഇലക്ഷൻ. എന്നെ ഒഴിവാക്കപ്പെട്ട സോമൻ എന്ന് പറയുന്ന ആൾ ഏതാ പ്രഭാരി. ഈ പ്രഭാരി ഒഴിവാക്കി പിന്നെ രണ്ടാമത് ഞാൻ ഈ കല്യാണം പോലും വിളിക്കാൻ ആൾക്കാരെ പോലെ ഈ ഇലക്ഷൻ ഏറ്റെടുത്താണ്. അവിടെ പോയിട്ട് വന്ന് ഇലക്ഷന് വർക്ക് ചെയ്ത് അഭിപ്രായം പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എന്നെ ഒഴിവാക്കിയിട്ട് രാജിവെച്ച് പോയാണ് ഇന്ന് ജില്ലാ ട്രഷറർ. ഇത് ജില്ലാ ട്രഷറർ ഇദ്ദേഹം പറയട്ടെ, ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ കോമർച്ചറ വർക്ക് ചെയ്ത് തന്നെ 40 വർഷക്കാലം ഞാൻ കൊല്ലം ജില്ലയിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നതാണ്. ആ രാജിവെച്ചിട്ട് പോയ ആളെ ജില്ലാ ട്രഷറായിട്ട് വെച്ചിട്ട് അഭിപ്രായം പറഞ്ഞു എന്നൊരൊക്കെ കാരണം കൊണ്ട് പരാതി കൊടുത്തെന്ന് പറഞ്ഞോട് എന്നെ ഒഴിവാക്കുന്നതിന് എന്ത് മാനദണ്ഡം സാർ ഈ പറയുന്നത്? പാർട്ടിയുടെ ഭരണഘടനയിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? 5 വർഷം സജീവത്വമുള്ള 5 വർഷം പരിചയമുള്ള ഒരാളിന് സജീവത്വമുണ്ടെങ്കിൽ നാഷണൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരെ മത്സരിക്കാം. ഇവരെന്താ പറഞ്ഞേക്കണം? നിലവിലത്തെ ഭാരവാഹികളല്ലാത്ത ഒരാളിൽ മത്സരിക്കാൻ പാടില്ല. ഇത് ഏത് ഭരണഘടനയിൽ പറഞ്ഞേക്കുന്ന പാർട്ടിയുടെ? ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് പോവാം, ഒരു വിരോധമല്ല പോവാം. 5 ജില്ലാ പ്രസിഡന്റ്, ഇപ്പൊ 6 ജില്ലാ പ്രസിഡന്റുമാരുണ്ട്. സാറ് വന്ന് കേൾക്കട്ടെ, ഇതിൽ ആരെങ്കിലും ഒരാളിന് ഈ സമവായത്തിനോ അഭിപ്രായ സമന്വയത്തിനോ വിളിച്ചിട്ടുണ്ടോ സാറിന് ഈ ആരെങ്കിലും ഒന്ന് അറിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. പിന്നെ രണ്ടാമത്, കൊല്ലം ജില്ലയിൽ ഇല്ലാത്ത ഒരു സംവിധാനം. സാറേ ഒരു സെക്കൻഡ്, കൊല്ലം ജില്ലയിൽ ഇന്നേ വരെ സംഘടനാ പ്രവർത്തനത്തിന് ഇല്ലാത്ത രീതി ജാതി പറഞ്ഞ പ്രവർത്തകന്മാരെ ജംഗലിലേക്ക് കൊണ്ടു